ബാങ്ക് വായ്പകൾ ഏറ്റെടുത്ത സംസ്ഥാന സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത് വയനാട് മുണ്ടക്കൈ ചുരുൾമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ. കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ ചേർത്തുപിടിച്ചെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പ്രതികരിച്ചു. അതേസമയം ദുരന്തം നേരിട്ട് ബാധിച്ചവർക്ക് ടൌൺഷിപ്പിൽ ആദ്യ സോണുകളിൽ വീട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫേസ് 1 കൂട്ടായ്മ രംഗത്തു വന്നു. വായ്പകൾ എഴുതിത്തള്ളണമെന്ന ദുരന്തബാധിതരുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അവഗണിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വായ്പകൾ ഏറ്റെടുക്കുന്നതിനായി 18,76 ലക്ഷം രൂപ അനുവദിച്ചു. 555 ദുരന്തബാധിതരുടെ 1620 വായ്പകളാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ആശ്വാസത്തിലാണ് ദുരന്തത്തിന്റെ ഇരകൾ. പ്രധാനമന്ത്രി വന്ന് കുട്ടികളൊക്കെ വെച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് പോകാന്നല്ലാതെ ഒരു നയാ പൈസ ഈ കടങ്ങൾ എഴുതുള്ളത് മാത്രമല്ല, ദുരന്തബാധിതർക്ക് വേണ്ടി ഒരു നയാ പൈസ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ദുരന്തബാധിതരായ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി കേന്ദ്രം നാളിതുവരെ സഹായിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ മുഴുവൻ കടങ്ങളും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ രീതിയിൽ സന്തോഷമുണ്ട്. മുഴുവൻ ദുരന്തബാധിതർക്കും വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിനെ നന്ദി അറിയിക്കുകയാണ്. ദുരന്തബാധിതരോട് ശത്രുതാപരമായാണ് എല്ലാ ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ ഇടപെട്ടതെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്. ദുരന്തബാധിതരുടെ വായ്പകൾ ഏറ്റെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവാതെ ശത്രുക്കളെ പോലെ ദുരന്തബാധിതരെ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതെങ്കിൽ, ദുരന്തബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ അങ്ങേയറ്റം കരുതലോടുകൂടി സമീപിക്കുന്നു എന്ന ഗവൺമെന്റിന്റെ നിലപാട് വ്യക്തമാക്കുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ദുരന്തബാധിതരുടെ വായ്പ ഏറ്റെടുത്തിരിക്കുന്നത്. വീടും സ്ഥലവും നഷ്ടപ്പെടുകയും ആൾനാശം സംഭവിക്കുകയും ചെയ്ത ഫേസ് 1 ലിസ്റ്റിൽ ഉൾപ്പെട്ട ദുരന്തബാധിതർക്ക് ടൌൺഷിപ്പിൽ സോൺ 1, 2 എന്നിവിടങ്ങളിൽ വീട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ദുരന്തബാധിതർ രംഗത്തെത്തി. ഉരുൾ ദുരന്തബാധിതർക്ക് സർക്കാർ ഈ ഏറ്റെടുത്ത നടപടി, കടം എഴുതി തള്ളുക എന്നുള്ള ഈ ഒരു സംവിധാനം വളരെ സന്തോഷകരമാണ്. കാരണം കുടുംബശ്രീന്ന് നമ്മൾ ചെറിയ ലോണുകൾ എടുത്ത് 1.25 കോടി ലക്ഷം രൂപ ഞങ്ങൾ തിരിച്ചടക്കാനുണ്ട്. ഏതാണെങ്കിലും ഞങ്ങളെ തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ കേരള സർക്കാരിനോട് വളരെ നന്ദി പറയാനുണ്ട്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.